ചിക്കൻ മധൂത്ത് ഇത് നിങ്ങൾ ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഫാനായി പോവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 3 ഏലക്കായ, 4 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 2 കറുകാപ്പട്ട, 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലൊരു ഫൈൻ പൗഡറായി കിട്ടിയിട്ടുണ്ട്. 300 ഗ്രാം അളവിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 4 പീസ് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയും, 2 ടീസ്പൂൺ അളവിൽ നാരങ്ങാ നീരും, 1 ടീസ്പൂൺ ചതച്ച മുളകും, 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയും ക്യാപ്സിക്കം കൂടെ ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കാം. ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ. ഇനി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ഒനിയനും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ഡ്രൈ ലെമണും 2 മാഗി ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴേക്കും എല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എല്ലാ പീസും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. വേണമെങ്കിൽ കുക്കറിൽ വിസിലടുപ്പിക്കുകയും ചെയ്യാം കേട്ടോ. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് 1.5 ഗ്ലാസ് മന്തി റൈസ് നമുക്കിതാ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ. ഒരു 20 to 30 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കനൊക്കെ നന്നായി വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടേ. ഇനി ഈ ഒരു ഗ്രേവിന്ന് ചിക്കൻ്റെ പീസസ് ഒക്കെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ മസാലയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ റൈസ് വേവിക്കുന്നത്. അപ്പം നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 2.25 നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും 3 ഗ്ലാസ് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ചിക്കൻ വേവിച്ചതിൻ്റെ ആ ഒരു വെള്ളം കൂടെ അതിലുണ്ടായിരുന്നു. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മസാലയിൽ നിന്ന് എടുത്തു വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതിന്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ ഇനി നമുക്ക് ചിക്കനെ ഇതൊന്ന് മാറ്റാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നമ്മളെ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ടേ. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ആ കുക്കറിൻ്റെ മൂടി തുറക്കുമ്പോണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ. ഇനി ചൂടോടെ തന്നെ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുകളിൽ വെച്ചിട്ടുള്ള ചിക്കനൊക്കെ എടുക്കുന്ന സമയത്ത് ഈ റൈസ് വേണമെങ്കിൽ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഇളം ചൂടോടെ കഴിക്കുന്നതിനാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് നാരങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ? കഴിക്കാനും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.